വീഡിയോയിൽ ഇന്ത്യയുടെ നെഗോസിയേഷൻ പവർ കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറയ്ക്കുന്ന തരത്തിൽ അമേരിക്ക ചില നടപടിക്രമങ്ങൾ ബംഗാൾ ഓഷ്യനിൽ നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ അമേരിക്കയുടെ ഇടപെടൽ നല്ല രീതിയിലുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. ഏത് നേരത്തും അവർക്ക് വേണമെങ്കിൽ അവിടെ ഒരു ബേസ് തന്നെ നിർമ്മിക്കാൻ പാകത്തിന് അവർ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യൂനിസിനെ പോലത്തെ ഒരു വ്യക്തിയെ അവർ ഇതുപോലെ തുടർന്ന് ഭരണത്തിലിരിക്കാൻ സമ്മതിച്ചിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവരെപ്പോഴേ എടുത്ത് പുറത്ത് കളഞ്ഞേനെ. അതിലുപരിയായിട്ട് അതിൻ്റെ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മ്യാൻമറിൻ്റെ ഭാഗത്തും അമേരിക്കയ്ക്ക് നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ ബോർഡർ ഏരിയയിലൊക്കെ ആയിക്കോട്ടെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ആണ്. അർക്കൻ ആർമിയുമായിട്ട് അവർ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മിലിറ്ററി ട്രെയിനിങ്ങുകളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അവർക്ക് അവിടെയും വേണമെങ്കിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം അവിടെയും ഒരു ബേസ് വേണമെങ്കിൽ മിലിറ്ററി ബേസ്, അമേരിക്കയുടെ മിലിറ്ററി ബേസ് ആവാം അവർക്ക്. ഇന്ത്യയുടെ എതിർപ്പൊന്നും അവർ വകവയ്ക്കില്ല, ആ രീതിയിൽ അവർക്കാവാം. ഇനിയിപ്പം അതിൻ്റെ തൊട്ട് താഴെ നോക്കൂ, താഴെ തായ്ലാൻഡിൽ ഇപ്പോൾ ഒരു പുതിയ സംഗതി എന്ന് പറഞ്ഞാൽ തായ്ലാൻഡിലെ നിലവിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന സിനവട്രയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് തായ്ലാൻഡിന്റെ ഗവൺമെന്റ്. എന്തുകൊണ്ടാണ് ഒരു പ്രൈം മിനിസ്റ്ററെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്? അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് ഇവര് കംബോഡിയ പ്രൈം മിനിസ്റ്ററുമായിട്ട് നടത്തിയ ഒരു ഫോൺ കോൾ കോൺവെർസേഷൻ, ആ കോൺവെർസേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില ലീക്ക്, അത് അവർ നടത്തിയ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ലീക്കായ സംഭവത്തിൽ ചില സുപ്രധാന വിഷയങ്ങൾ കൈമാറിയത് ശരിയായില്ല. തായ്ലാൻഡിനും കംബോഡിയയ്ക്കുമുള്ള ബോർഡർ ഏരിയയിൽ നടന്ന ചില കൊലപാതകങ്ങൾ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില സീക്രട്ട് ഇൻഫർമേഷൻസ് കംബോഡിയയുമായിട്ട് ഇവർ പങ്കുവച്ചതായിട്ടാണ് അലിഗേഷൻ മാത്രമല്ല, ആ ഒരു മെസ്സേജ് ലീക്കായത് അങ്ങനെയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയ തായ്ലാൻഡ് ഗവൺമെന്റ് ഈ സിനവട്രയെ ഇപ്പം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ പുറകിലും അമേരിക്കയുടെ കളിയുണ്ടോ എന്നുള്ളത് നല്ല രീതിയിൽ ഡൗട്ട്ഫുൾ ആണ്. ഇപ്പൊ അവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്ന സൂര്യ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പൊ നിലവിലെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് തുടരുന്നത്. ഇതാണ് തായ്ലാൻഡിലെ അവസ്ഥ. അപ്പൊ തായ്ലാൻഡിലും അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പം ഇതിനകത്ത് ഇന്ത്യക്ക് മെയിൻ ആയിട്ട് വരുന്ന റോൾ എന്താണ്? ഇന്ത്യക്ക് മെയിൻ ആയിട്ട് വരുന്ന റോൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക കൂടുതലും ഇന്ത്യയെ ഫോക്കസ് ചെയ്ത് നോക്കുന്നത് ഇൻഡോ പസഫിക് റീജിയനിൽ ചൈനയ്ക്കെതിരെ ശക്തമായ രീതിയിൽ വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുപരിയായിട്ട് ഇന്ത്യയുടെ ഇന്ത്യൻ ഓഷനിലുള്ള കൺട്രോൾ, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പൊ ഈ ബംഗാൾ ഓഷനും കൃത്യമായിട്ട് ഇന്ത്യയുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതായത് തൊട്ട് താഴെ നോക്കി കഴിഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ആ ഭാഗത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു മിലിറ്ററി പോസ്റ്റ് ഉണ്ട്, അവിടെ ഒരു എയർബേസ് ഉണ്ട്. അപ്പൊ അവിടെ അതിലൂടെ മലാക്ക സ്ട്രേറ്റിൽ കടന്നു പോകുന്ന കംപ്ലീറ്റ് ചരക്ക് നീക്കം നടത്തുന്ന കപ്പലുകളെല്ലാം തന്നെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ചൈനീസ് ഷിപ്പുകൾ അതിലെ തന്നെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ചൈനയെ കൗണ്ടർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു പൊസിഷനാണ് എല്ലാ സ്ഥലത്തും നമുക്കുള്ളത്. ആ രീതിയിൽ നിലനിൽക്കുന്ന ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് അമേരിക്കയ്ക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയെ നല്ല ബട്ടറിട്ട് ക്വാഡ് സഖ്യത്തിലൊക്കെ കൂട്ടി അവർ പല രീതിയിലും നമ്മളെ ഇങ്ങനെ സുഖിപ്പിച്ച് കൊണ്ടുപോകുന്നത്. പക്ഷേ കാര്യത്തോടെടുക്കുമ്പം ഇപ്പൊ ട്രംപ് പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അത് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് നികത്തണം എന്നാണ് ഏറ്റവും വലിയ, ഇപ്പൊ അമേരിക്കയിലെ ഏറ്റവും വലിയ സുപ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് നികത്തുക എന്നുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും എത്രയോ പ്രശ്നങ്ങൾ അവിടെ കിടപ്പുണ്ട്. കോടിക്കണക്കിൽ ഡോളറുകൾ, ബില്യൺ കണക്കിൽ ഡോളറുകളൊക്കെ പല വഴിയിൽ കൂടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതൊന്നും അമേരിക്കയ്ക്ക് വലിയ കാര്യമുള്ള വിഷയമല്ല. ഏതാണ്ട് 40 to 50 ബില്യൺ ഡോളറിന്റെ അകത്താണ് നമുക്കും അമേരിക്കയ്ക്കും തമ്മിൽ ഡെഫിസിറ്റ് വരുന്നത്. ഈ ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെ കൊണ്ട് ഇത്തരം ആയുധങ്ങൾ മേടിപ്പിക്കാനും ഈ ട്രേഡ് ഡെഫിസിറ്റ് എങ്ങനെയെങ്കിലും നിങ്ങൾ നികത്തണം, എന്നാൽ മാത്രമേ നമുക്ക് ട്രേഡ് ഡീൽ സാധിക്കൂ എന്നുള്ള നിലയിലുള്ള ചർച്ചകളൊക്കെ അമേരിക്കയിൽ നടക്കുന്നത്. ഇതൊരു സൈഡിൽ നിൽക്കെ അമേരിക്കയുടെ ബംഗാൾ ഓഷനിലുള്ള ഇടപെടൽ ഇന്ത്യയുടെ നെഗോസിയേഷൻ പവർ കുറയ്ക്കും, അത് 100% ഉറപ്പാണ്. കാരണം ഈ അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമൊന്നുമില്ല കേട്ടോ. അവരുടെ അടുത്ത് നെഗോഷിയേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഡോമിനേറ്റ് ചെയ്താണ് നെഗോഷിയേഷൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ പലതും നമ്മളെ എടുത്ത് പറഞ്ഞാണ് അമേരിക്കയെ കൺവിൻസ് ചെയ്യുന്നത്. അങ്ങനെ കൺവിൻസ് ചെയ്യുമ്പോഴത്തേക്കും അമേരിക്കയ്ക്കും കൂടി ഗുണമുള്ള കാര്യമാണ് അവർക്ക് മനസ്സിലായാൽ മാത്രമേ അവർ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പിടിച്ച മുയലിന് 3 കാലം എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ നിൽക്കും? അത് തന്നെയാണ് ഇപ്പൊ ഈ ട്രേഡ് ഡീലിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് പ്രൈം മിനിസ്റ്റർ മോദി ടഫ് നെഗോഷിയേറ്റർ എന്ന് ആദ്യമേ തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മോദിയെ മീറ്റ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് മീറ്റിംഗിൽ, അതായത് ട്രംപ് വൈറ്റ് ഹൗസിൽ വന്നിട്ട് ഫസ്റ്റ് ട്രംപ് മീറ്റിംഗിന്റെ അന്ന് തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോദി ഈസ് എ ടഫ് നെഗോഷിയേറ്റർ. ആ ടഫ് നെഗോഷിയേറ്ററിന്റെ നെഗോസിയേഷൻ പവർ കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യണോ അതെല്ലാം ചെയ്യുന്നുണ്ട് അമേരിക്ക. അതായത് അവർക്ക് വേണമെങ്കിൽ ബംഗ്ലാദേശിൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബേസ് ആവാം, ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് ഞങ്ങളിപ്പോൾ നല്ല റിലേഷൻഷിപ്പിലാണ്, പാകിസ്ഥാനുമായിട്ട് അവർക്ക് വേണമെങ്കിൽ ഒരു ബേസ് ആവാം, പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നും അവർക്ക് പാകിസ്ഥാൻ മിലിറ്ററി ബേസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെതിരെ അവർക്ക് പെരുമാറാം. അതുപോലെ തന്നെ
അതുപോലെ തന്നെ അവർക്ക് മ്യാൻമറിൽ വേണമെങ്കിൽ ആവാം, അതുപോലെ തായ്ലാന്റിൽ വേണമെങ്കിൽ ആവാം. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. പിന്നെ ഈ തായ്ലാന്റിലെ വിഷയം ഞാൻ പറഞ്ഞു വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ചെറിയ റീസണിന് വേണ്ടിയിട്ട് ഒരു പ്രൈം മിനിസ്റ്ററിനെ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമല്ല. കാരണം ഇതുപോലത്തെ പല വിഷയങ്ങളും അമേരിക്കയുടെ ഉള്ളിൽ നമ്മൾ കണ്ടതാണ്. പീറ്റർ ഹെക്സത്തിന്റെ മെസ്സേജ് ഒക്കെ എത്ര വാട്സ്ആപ്പ് മെസ്സേജുകൾ ലീക്കായി, അതൊക്കെ ഏത് രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. ആ രീതിയിൽ ബ്ലണ്ടർ മിസ്റ്റേക്കുകളൊക്കെ അമേരിക്കയുടെ പക്കലുണ്ട്. അമേരിക്കൻ ഇൻഫ്ലുവൻസ് തന്നെയാണ് ഈ ഒരു പ്രൈം മിനിസ്റ്ററിനെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണമായിട്ട് പൊതുവിൽ തായ്ലാന്റിലെ ഉള്ളിൽ നിന്ന് വാർത്തകൾ അങ്ങനെയാണ് വരുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഒത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ വരുതിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററിനെ കുറച്ചുനാൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാകിസ്ഥാന്റെ ഉള്ളിൽ ഹബീബുള്ള ഹക്കാനി എന്ന് പറയുന്നത് ഹാഫിസ് സയ്യിദിന്റെ വളരെ അടുത്ത സർക്കിളിലുള്ള ഒരു തീവ്രവാദിയാണ്. ഈ തീവ്രവാദിയെ അജ്ഞാതർ വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. ഈ ഹാഫിസ് സയ്യിദുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ തുടരെ ഇങ്ങനെ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് കുറെ നാളുകൊണ്ട് നടക്കുന്നുണ്ട്. ലാസ്റ്റ് വീക്കിലും ഇതേപോലെ ഒരെണ്ണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മുമ്പത്തെ വീക്കിലും ഒരെണ്ണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാൽ നിലവില് ഹാഫിസ് സയ്യിദിന്റെ വളരെ അടുത്ത സുഹൃത്തിനെയാണ് തട്ടിയിരിക്കുന്നത്. അതായത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു അജ്ഞാതർ പെരുമാറണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കശ്മീരിന്റെ ഉള്ളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ കശ്മീരിന്റെ ഉള്ളിൽ പൂഞ്ച് മേഖലയിലായിക്കോട്ടെ, അതേപോലെ ഉധംപൂർ, ആ മേഖലയിലൊക്കെ നല്ല രീതിയിൽ നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ട്. ആർമി 1-2 തീവ്രവാദികളെ ഡെയിലി വീക്ക്ലി 1, 2, 3 തീവ്രവാദികൾ വെച്ച് വധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ആർമി. അതാണ് നിലവിലെ അവസ്ഥ. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം ഈ ഹാഫിസ് സയ്യിദ് പോലത്തെ ഇതേപോലെ തീവ്രവാദികളാണ്. ഈ തീവ്രവാദികൾ ഇപ്പം ISIക്ക് പ്രഷർ കൊടുത്തിരിക്കുകയാണ്, പാകിസ്ഥാന്റെ ISIക്ക്. എന്തെന്ന് പറഞ്ഞാല്, ഞങ്ങൾക്ക് നിങ്ങൾ കൃത്യമായ പ്രൊട്ടക്ഷൻ ഒരുക്കുന്നില്ല, ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം തന്നെയും ഈ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്ന അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ISI ഞങ്ങൾക്ക് കൃത്യമായ പ്രൊട്ടക്ഷൻ ഒരുക്കണമെന്നാണ് തീവ്രവാദികൾ പാകിസ്ഥാന്റെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വീട്ടിനകത്ത് തന്നെ ഇരിക്കണം, നിങ്ങൾ ആര് വന്ന് വിളിച്ചാലും പുറത്തിറങ്ങരുത്, ഏത് അത്യാവശ്യ ഘട്ടത്തിൽ വിളിച്ചാലും പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് ISIയുടെ സൈഡിൽ നിന്നും തീവ്രവാദികൾക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. കാരണം നമുക്ക് അങ്ങനെയൊന്നും രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ പല പ്രശ്നങ്ങളാണ്. അവരുടെ നാട്ടിൽ തന്നെ വടക്കും തെക്കും പടിഞ്ഞാറും എല്ലാ സൈഡിൽ നിന്നും പ്രശ്നങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതിന്റെ ഇടയ്ക്ക് ISIക്ക് അവരെ തന്നെ സ്വയമേ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വീണ്ടും തീവ്രവാദികൾക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഒരുക്കാന്ന് പറഞ്ഞിട്ട് തീവ്രവാദികൾ റിക്വസ്റ്റുമായിട്ട് നിൽക്കുന്നത് ISIയുടെ അടുത്ത്. പക്ഷെ എന്നാലും അജ്ഞാതർ അവരുടെ ജോലി വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ ഒരു രസകരമായ വാർത്ത പുറത്തുവിട്ടുകൊണ്ട് സൗദിക്ക് ഒരു പണിയായിപ്പോയി അത്. കാരണം ഇസ്രായേൽ പറഞ്ഞത്, ഇറാന്റെ ഭാഗത്തിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകളിൽ ഈ അമേരിക്കയോടൊപ്പം ചേർന്ന് സൗദി അറേബ്യയും ബാലിസ്റ്റിക് മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത, അതായത് സൗദി അറേബ്യയെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള വാർത്ത ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ വാർത്ത ശരിക്കും സൗദി അറേബ്യക്ക് ഈ OIC മീറ്റിംഗിനിടയിൽ, അതായത് OIC മീറ്റിംഗിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല, പക്ഷേ തുർക്കി, ഇറാൻ, അങ്ങനെ ഒരു ചേരി ഉണ്ടല്ലോ, ആ ചേരി, പിന്നെ അതുപോലെ തന്നെ ഈ ഷിയ മുസ്ലിം കൂട്ടരുണ്ടല്ലോ, അവരൊക്കെ കുറച്ച് അസ്വസ്ഥരാണ് സൗദി അറേബ്യയുടെ ഈ ഒരു പ്രവൃത്തിയിൽ. പക്ഷേ ഇതിനകത്ത് സൗദി അറേബ്യക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം US മിലിറ്ററി ബേസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ സൗദി അറേബ്യയുടെ ഉള്ളിലുണ്ട്. അപ്പൊ സൗദി അറേബ്യ വിചാരിച്ചാലും ഇല്ലെങ്കിലും സൗദി അറേബ്യയുടെ ഉള്ളിൽ നിന്നും ഇറാന്റെ മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യും. അത് അമേരിക്ക അവരുടെ സ്വന്തം തീരുമാനത്തിൽ തന്നെ അത് ചെയ്യും, അത് ഉറപ്പാണ്. ഇപ്പൊ സൗദി അറേബ്യ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഡിഫൻസ് ശക്തിപ്പെടുത്തുകയാണ്. 7 THAAD സിസ്റ്റം സൗദി അറേബ്യയിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. 7 THAAD സിസ്റ്റം. അതുപോലെ തന്നെ 44 മിസൈൽ ലോഞ്ചേഴ്സ്, പിന്നെ 360 ഇന്റർസെപ്റ്റേഴ്സ്, 360 ഇന്റർസെപ്റ്റേഴ്സും ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനുള്ള ഒരുക്കമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുൻകരുതൽ, അത് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി, ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ട്. കാരണം ഇതിനു മുമ്പ് ഇറാൻ ഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, അതായത് ഞാൻ മിഡിൽ ഈസ്റ്റുകളിൽ മൊത്തത്തിൽ ആക്രമണം നടത്തും, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലുള്ള ബേസിലൊക്കെ ഞാൻ ആക്രമണം നടത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ റെപ്രസെന്റേറ്റീവ് വിളിച്ചിട്ട് ഇറാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല, അവർ വിസമ്മതിച്ചു. അതിന്റെ അർത്ഥം അവര് സൗദി അറേബ്യയുടെ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചു. അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖത്തറിന്റെ ഉള്ളിൽ ഇറാൻ മിസൈൽ വർഷം നടത്തിയെങ്കിലും ഖത്തറുമായിട്ട് അവർക്ക് നല്ല ബന്ധമാണുള്ളത്. ഇറാന് സൗദി അറേബ്യയുമായിട്ടും ഖത്തറുമായിട്ടുമുള്ള ബന്ധം രണ്ടാണ്. അതുകൊണ്ട് തന്നെ സൗദിയുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ മുന്നോട്ട് നീക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ കിടന്ന F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ്, ആ ഫൈറ്റർ ജെറ്റിനെ UK നിന്നും C-17 കാർഗോ ട്രാൻസ്ഷിപ്മെന്റിന്റെ എയർക്രാഫ്റ്റ് കൊണ്ടുവന്ന് അതിനകത്ത് കയറ്റി വെച്ച് കൊണ്ടുപോയിരിക്കുകയാണ്. അതായത് ഒരു ഫൈറ്റർ ജെറ്റിന്റെ കേടുപാടുകൾ എന്താണെന്ന് കണ്ടെത്തി
അതിനെ സ്പോട്ടിൽ റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതിനെ ഇങ്ങനെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇന്ത്യക്കും യു കെക്കും തമ്മിൽ പ്രശ്നങ്ങളോ ഈ F-35 ബന്ധപ്പെട്ട് വന്ന റൂമേഴ്സും അലിഗേഷൻസും ഒന്നുമല്ല കാര്യങ്ങളെന്ന് ഇപ്പോഴെങ്കിലും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. F-35 വീഡിയോ കിട്ട സമയത്ത് ഇതിന്റെ പുറകിൽ വേറെയൊക്കെ കളികളുണ്ട്, ഇതിന്റെ പുറകിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റുകളൊക്കെ ഞാൻ വായിക്കുകയുണ്ടായി. അതൊന്നുമല്ല, ഇത് ജസ്റ്റ് പ്യൂർലി ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ആ ടെക്നിക്കൽ ഇഷ്യൂ ഇത് ഹൈലി ക്ലാസിഫൈഡ് ടെക്നോളജി ആയതുകൊണ്ട്, ഇതൊരു F-35 ഫൈറ്റർ ജെറ്റ് US മെയ്ഡ് ആയതുകൊണ്ട്, അങ്ങനെ US നിന്നും ഉള്ള ടെക്നോളജി അങ്ങനെ ആർക്കും തന്നെ തുറന്ന് അങ്ങനെ പരിശോധിച്ച് അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള പെർമിഷൻ US കൊടുക്കാറില്ല. ഇത് ഈ ഹൈലി ക്ലാസിഫൈഡ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ടെക്നോളജി എന്നല്ല, അതിന്റെ മേളിൽ ഒരു റൂൾസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ മുട്ടുസൂചി ഇല്ലെങ്കിൽ ഒരു ചെറിയ സ്ക്രൂ അതിൽ നിന്ന് അയക്കണമെങ്കിലും ഈ ഹൈലി ക്ലാസിഫൈഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിന് തടസ്സമാകും. അത് വയലേഷൻ ആണ്. അപ്പൊ അങ്ങനെ ഒരു വയലേഷൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ ഹൈലി ക്ലാസിഫൈഡ് ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്കും അത് വേറെന്തോ ടെക്നോളജി ആണെന്ന് വിചാരിക്കരുത്. ഫൈറ്റർ ജെറ്റുകൾക്കെല്ലാം ഉള്ള ടെക്നോളജി തന്നെ. ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു ബ്രാൻഡ് മറ്റാർക്കെങ്കിലും നമ്മൾ അതിന്റെ കോപ്പിറൈറ്റോ സോഴ്സ് കോഡോ ഇതൊക്കെ കൊടുക്കുമോ? പെർമിഷൻ ഇല്ലാതെ കൊടുക്കാൻ ഇന്ത്യ ആയാലും സമ്മതിക്കത്തില്ല. അതേപോലെ തന്നെ അമേരിക്കയ്ക്കും അങ്ങനെ ഹൈലി ക്ലാസിഫൈഡ് ആയിട്ടുള്ള ടെക്നോളജി മറ്റൊരു രാജ്യത്തിട്ട് അതിനെ എക്സ്പോസ് ചെയ്ത് അതിനെ തുറന്ന് പരിശോധിച്ച് അതിന്റെ റെക്ടിഫിക്കേഷൻ നടത്താനുള്ള താല്പര്യമില്ല, അത്ര തന്നെ. അതുകൊണ്ട് തന്നെ അവര് ഒരു C-17 എയർക്രാഫ്റ്റ് കൊണ്ടുവന്നു, അതിനകത്ത് F-35 കയറ്റി വെച്ച് കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. പിന്നെ ഫ്രാൻസും ഇറാനുമായിട്ട് ചെറിയൊരു ക്ലാഷ്. അതെന്താ വെച്ചാൽ ഈ മൊസാദിന്റെ പേടി ഇറാനിലുണ്ടല്ലോ. അപ്പൊ അവർ പേടിച്ച് കണ്ണി കണ്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ 2 ഫ്രാൻസ് പൗരന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇറാന്റെ ഉള്ളിൽ. അവര് മൊസാദ് ഏജന്റുകളാണെന്നാണ് ഇറാന്റെ വാദം. പക്ഷെ തെളിവുകളൊന്നുമില്ല. മൊസാദ് ഏജന്റുകളാവാം എന്നുള്ള ഒരു ഡൗട്ടിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്മാനുവൽ മാക്രോൺ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നത് ഇറാൻ കുറച്ചുകൂടെ മിതത്വം പാലിക്കണം, കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഗൗരവത്തോടുകൂടി മുന്നോട്ട് നീക്കണം, അല്ല ചുമ്മാ കണ്ണി കണ്ട ആൾക്കാരെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് വെക്കരുത് എന്നുള്ള ഒരു വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു അബ്ബാസ് അരക്ചി. ആ ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഒരു തെറ്റിദ്ധാരണകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അമിക്കബിൾ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത രീതി. കാരണം യൂറോപ്യൻ യൂണിയനുമായിട്ട് ചർച്ച നടത്തിയിട്ട് വന്ന പിറ്റേ ദിവസമാണ് ഇറാന്റെ ഉള്ളിൽ ആക്രമണം തുടങ്ങുന്നത്. ഈ യൂറോപ്യൻ യൂണിയൻ, IAEA, അമേരിക്ക, ഇസ്രായേൽ, മൊത്തത്തിൽ വെസ്റ്റേൺ കൺട്രീസ് എല്ലാം തന്നെ അവർ ഇറാൻ എന്ന് പറയുന്നത് അവരുടെ ഡോക്ട്രിൻ അനുസരിച്ച് അവരുടെ എതിരാളികളായിട്ടാണ് അവർ കരുതുന്നത്. അതായത് ഇറാൻ ഇവർക്കൊക്കെ എതിരാണ്, ഈ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ. പിന്നെ ഈ ചർച്ച ഇതെന്നൊക്കെ പറയുന്നതൊക്കെ വെറും കൺതുടപ്പ് മാത്രമാണ്. അതൊക്കെ ജസ്റ്റ് അൺഒഫീഷ്യലി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും. ഒഫീഷ്യലി IRGCയുടെ പോളിസി എന്ന് പറഞ്ഞാൽ അത് വെസ്റ്റിനെതിരാണ്, അമേരിക്കയ്ക്ക് എതിരാണ്, ഇസ്രായേലിനെതിരാണ്, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾക്കെല്ലാം എതിരാണ്. അതാണ് നമ്മൾ ബേസിക്കലി അവരുടെ ഡോക്ട്രിനിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെക്കുറിച്ചുള്ള ടീച്ചിങ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളിൽ തന്നെ നടത്തുന്നുണ്ട്, IRGCയുടെ ഉള്ളിൽ തന്നെ. അതുപോലെ ഇറാന്റെ സ്കൂളുകളിൽ തന്നെ ഇതൊക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ വിഷയം ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഇമ്മാനുവൽ മാക്രോൺ ഈ ഫ്രഞ്ച് പൗരന്മാരെ റിലീസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫ്രഞ്ച് പൗരന്മാരെ ഇറാൻ റിലീസ് ചെയ്യുന്ന മട്ടില്ല, ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. വീണ്ടും ഇറാൻ ഫ്രാൻസുമായിട്ടും കൂടി ഇടഞ്ഞിരിക്കുകയാണ്. അതാണ് ഇപ്പൊ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. കൂടുതൽ വാർത്തകൾ നമ്മളുടെ മെയിൻ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വാർത്തകളും കൂടി കാണാം.